ഒരു കുറ്റകൃത്യത്തോടെയാണ് വാലന്റൈൻസ് ദിനം ആരംഭിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന ചക്രവർത്തി ക്ലോഡിയസ് രണ്ടാമൻ വിവാഹിതരായ പുരുഷന്മാർ വിവാഹിതരെക്കാൾ മികച്ച സൈനികരെ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു കാര്യം ചെയ്തു. യുവാക്കൾക്കുള്ള വിവാഹങ്ങൾ അദ്ദേഹം നിരോധിച്ചു. എന്നാൽ ഒരു പുരോഹിതൻ വിയോജിച്ചു. അദ്ദേഹത്തിന്റെ പേര് വാലന്റൈൻ എന്നായിരുന്നു. 2 രാത്രികളിൽ റോമൻ പട്ടാളക്കാരിൽ നിന്ന് അകലെ രഹസ്യമുറികളിൽ ദമ്പതികളെ വിവാഹം കഴിക്കാൻ വാലന്റൈൻ രഹസ്യമായി സഹായിച്ചു. ചക്രവർത്തിയുടെ നിയമത്തേക്കാൾ ശക്തമായിരുന്നു പ്രണയം. ഒടുവിൽ അദ്ദേഹത്തെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധിച്ചു. ജയിലറായിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുമായി, ഒരുപക്ഷെ ജയിലറുടെ മകളുമായി സൗഹൃദം സ്ഥാപിച്ചതായി ഐതിഹ്യം പറയുന്നു. വധശിക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹം അവൾക്കൊപ്പിട്ട ഒരു കത്തെഴുതി, നിങ്ങളുടെ വാലന്റൈനിൽ നിന്ന്. അത് ചരിത്രത്തിലെ ആദ്യത്തെ വാലന്റൈൻസ് സന്ദേശമായിരിക്കാം. ഇന്ന് നമ്മൾ കാർഡുകളും ചോക്ലേറ്റുകളും ഉപയോഗിച്ച് ആഘോഷിക്കുന്നു. എന്നാൽ ഇന്നത്തെ അവധി ദിനം ഒരു നിശബ്ദ കലാപമായി ആരംഭിച്ചിരിക്കാം, പ്രണയത്തിനുവേണ്ടി.